വിശുദ്ധ ആരാധനയിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയിലേക്കാണ് നമ്മൾ തുടർന്ന് പ്രവേശിക്കുവാനായിട്ട് പോകുന്നത്. ഒരു ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയപ്പെടുന്ന നമുക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ഓർമ്മയെ കൊണ്ടാടുന്ന അനുഗ്രഹീതമായിരിക്കുന്ന തിരുമേശയുടെ ശുശ്രൂഷയാണ് ഒരു സഭയുടെ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയുള്ള ആത്മീക ശുശ്രൂഷ എന്ന് പറയുന്നത്. തിരുമേശയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് 3 കാലങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളാണ്. ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും ഓർക്കേണ്ട 3 പ്രത്യേകതകളാണ്. ഭൂതകാലത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തീർന്ന, പീഡനം സഹിച്ച, കഷ്ടതകൾ അനുഭവിച്ച, പങ്കപ്പാടുകൾ സഹിച്ച യേശുക്രിസ്തുവിന്റെ ഓർമ്മയാണ് ഭൂതകാലത്തിൽ എനിക്ക് വേണ്ടി കർത്താവ് ചെയ്തത് ഓർക്കുന്നതാണ്. വർത്തമാനകാലത്തിൽ നമ്മൾ ഇതിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകേണ്ട ചിന്ത, ഈ അപ്പവീഞ്ഞുകൾ ഇവിടെ മുറിക്കപ്പെടുകയും ഒഴുകപ്പെടുകയും ചെയ്യുമ്പോൾ വർത്തമാനകാലത്തിൽ ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെയും വേദനകളുടെയും മുറിവുകളിൽ കൂടെ തന്നെ എൻ്റെ കർത്താവ് കടന്നുപോയി, അവൻ എന്നോടും നിങ്ങളോടും കൂടെയുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഭാവി കാലത്തിൽ എനിക്ക് അവനോട് കൂടെ ജീവിക്കാനായിട്ട് കഴിയുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു അനുഭവത്തിൻ്റെ ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞ കർത്താവ് ഞാനും നിങ്ങളും അവനോടുകൂടെ വസിക്കുന്ന, അനുഗ്രഹീതമായിരിക്കുന്ന, അനന്തമായിരിക്കുന്ന, അനശ്വരമായിരിക്കുന്ന, ആനന്ദകരമായിരിക്കുന്ന ആ അനുഭവത്തിൻ്റെ ഒരു പ്രത്യേക ഓർമ്മക്കുറിപ്പാണ് ഈ തിരുമേശ. രണ്ടാമതായിട്ട് കർത്തൃമേശ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, തിരുമേശയിൽ അസമത്വമില്ല, തിരുമേശയിൽ മുഖപക്ഷമില്ല. ഒറ്റ അപ്പം, ഒറ്റ ടേബിൾ, ഒറ്റ വിളമ്പുകാരൻ, ഒറ്റ ജനത. ഇതാണ് തിരുമേശ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരപ്പം, ഒരു മേശ, ഒരു വിളമ്പുകാരൻ, ഒരൊറ്റ ജനത. അതാണ് ഇന്നിവിടെ കാണുന്നത്. കാരണം ഒറ്റപ്പെടുത്തിയവനും ഓടിപ്പോയവനും ഉറങ്ങിപ്പോയവനും ഒരുമിച്ച് ആ അപ്പത്തിൽ ഒരു മേശയിലുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഒരു കൂട്ടായ്മയാണ് തിരുമേശ എന്ന് പറയപ്പെടുന്നത്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെല്ലാം വ്യത്യസ്ത സ്വഭാവക്കാരായിരുന്നു, വ്യത്യസ്ത തൊഴിലുണ്ടായിരുന്ന പ്രിയപ്പെട്ടവരായിരുന്നു, വ്യത്യസ്ത ദേശക്കാരായിരുന്നു. വ്യത്യസ്ത ദേശക്കാർ, വ്യത്യസ്ത സ്വഭാവക്കാർ, വ്യത്യസ്ത തൊഴിലിൽ ഏർപ്പെട്ട പ്രിയപ്പെട്ടവർ, അവരെല്ലാവരും ഒരുമിച്ച് ഒരു മേശയിൽ പങ്കുചേരുകയാണ്. ദൈവരാജ്യത്തിൻ്റെ ഒരു ദിവ്യമായിരിക്കുന്ന ചിത്രമാണ് നമുക്ക് കാണുന്നത്. ആ ഒരു വലിയ ദർശനമാണ് ഈ തിരുമേശയിലേക്ക് ഞാനും നിങ്ങളും പങ്കുവഹിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാകേണ്ടത്. കർത്താവേ, ഞങ്ങൾ ഒരപ്പത്തിൻ്റെ, ഒരു വിളമ്പുകാരൻ്റെ, ഒരു മേശയുടെ, ഒരു പിതാവിൻ്റെ മക്കളാണ്. മൂന്നാമതായിട്ട് ഈ അപ്പവീഞ്ഞുകൾ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചിന്ത, ഈ അപ്പവീഞ്ഞുകളിൽ നമ്മൾ പങ്കുചേരുന്ന സന്ദർഭത്തിൽ ഇതിൻ്റെ അകത്തൂടെ എന്നിലും നിങ്ങളിലും ആത്മീക ജീവൻ ഉണ്ടാകുകയാണ്. എന്നിലും നിങ്ങളിലും വസിക്കുന്നത് ദൈവിക ജീവന്റെ വ്യാപാരമാണ്. അപ്പോൾ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും ഓർമ്മ കൊണ്ടാടുമ്പോൾ എല്ലാ കണ്ണുകളും, എല്ലാ ഹൃദയങ്ങളും, നിങ്ങളുടെ മനസ്സുകളും, നിങ്ങളുടെ ബോധമണ്ഡലങ്ങളും, നിങ്ങളുടെ എല്ലാ വിചാരങ്ങളും, നിങ്ങളുടെ മനസ്സുകളെല്ലാം ദൈവസന്നിധിയിൽ ഉയർത്തിക്കൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും അല്പനിമിഷങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് പിലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവറി വരെ ഒരു വണ്ടി വലിക്കുന്നത് പോലെ ഭാരമേറിയ മരക്കുരിശുമായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി ഗോൽഗോഥായിലേക്ക് വലിയൊരു മരക്കുരിശുമായിട്ട് താൻ കടന്നുപോയെങ്കിൽ, ഹല്ലേലൂയ, 2 കള്ളന്മാരുടെ മധ്യത്തിൽ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ, സ്വർഗത്തിനും ഭൂമിക്കും മധ്യത്തിൽ എന്റെയും നിങ്ങളുടെയും പാപം വഹിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ മരിച്ചുവെങ്കിൽ, ഇന്ന് പകൽക്കാലം അവന്റെ ശരീരം എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടുവെങ്കിൽ, അവന്റെ രക്തം എനിക്ക് വേണ്ടി ഒഴുകപ്പെട്ടുവെങ്കിൽ, അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെയും നിങ്ങളെയും ശുദ്ധീകരിക്കുന്നതെങ്കിൽ, ഹാബേൽ
ഹാബേലിന്റെ രക്തത്തെ കാട്ടിലും ഗുണകരമായിരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ മുൻപിൽ ഇന്ന് പകൽക്കാലം ഈ പട്ടണത്തിലുള്ള ദൈവമക്കൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ ആത്മീയ ജീവന്റെ ശക്തി കാൽവറിയിൽ നിന്ന് അവന്റെ വിലാപ്പുറത്ത് നിന്ന് രക്തവും വെള്ളവും ഒഴുകിയെങ്കിൽ ആ രക്തവും വെള്ളവും നിന്നെ ആ ചൈതന്യം നൽകുന്ന ഹല്ലേലൂയ ദൈവിക സ്നേഹം പകരുന്ന കാൽവറിയിലേക്ക് എല്ലാ കണ്ണുകളും ഉയരട്ടെ. പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ഗോൽഗോഥയുടെ പെരുമാറിൽ തകർക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഓർമ്മയ്ക്കായി ധ്യാനത്തോടും പ്രാർത്ഥനയോടും ദൈവസാന്നിധ്യബോധത്തോടും കൂടെ ഈ അപ്പത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കുകാരാകാം. അവന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ആ പുണ്യാഹ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടും എന്നെ രക്ഷിച്ച ദൈവസ്നേഹം, എനിക്ക് വേണ്ടി ഒഴുകപ്പെട്ട കാൽവറിയിലെ രക്തം, അതിൻ്റെ ഓർമ്മയുടെ മുൻപിൽ ഞാൻ ഈ വീഞ്ഞ് ഭുജിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈ വീഞ്ഞിൽ പങ്കുകാരാകാം. ഈ അപ്പം ഇവിടെ മുറിക്കപ്പെട്ടതുപോലെ ഞാനും നിങ്ങളും അനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വീണ്ടും മുറിക്കപ്പെടണം, തകർക്കപ്പെടണം. കർത്താവ് കാൽവറിയിൽ മുറിക്കപ്പെട്ടതും തകർക്കപ്പെട്ടതും മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ ഭാഗവാക്കാകുമ്പോൾ മറ്റുള്ള പ്രിയപ്പെട്ടവരുടെ നന്മയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും തകർക്കപ്പെടുകയാണ്. ഈ ആരാധന വിട്ടുപോകുന്ന പ്രത്യേക സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യവും ദൈവത്തിന്റെ വലിയ തേജസ്സും കൊണ്ട് നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവിനോടുകൂടെ വസിക്കുന്ന ഒരു അനുഗ്രഹീതമായ ഒരു ഭാഗ്യകരമായിരിക്കുന്ന അവസരമുണ്ട്. നമുക്ക് പറയാം, കണ്ടിടും, ഞാൻ എൻ്റെ പ്രിയനെ കണ്ടിടും, സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ കാണും. അനേക ഭക്തന്മാർ അങ്ങനെ പറഞ്ഞു, അവരങ്ങനെ ആഗ്രഹിച്ചു, അവരങ്ങനെ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. അത് വിശ്വസിച്ചുകൊണ്ട് കരങ്ങൾ തട്ടി എല്ലാ പ്രിയപ്പെട്ടവരും, നിങ്ങളിൽ ജീവൻ വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, കർത്താവിന്റെ കൃപ വ്യാപരിക്കട്ടെ, ആരോഗ്യം വ്യാപരിക്കട്ടെ, സമാധാനം, ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ സമാധാനമുണ്ട്. ഇന്ന് പകൽക്കാലം ജീവന്റെ ശക്തി, സമാധാനത്തിന്റെ ശക്തി, ദൈവശക്തി, കർത്താവിനെ കാണാനായിട്ടുള്ള വലിയ കൊതി എല്ലാ മനസ്സുകളിലും ഉണ്ടാകട്ടെ. യേശുവേ
क्या